യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് അവർ പെസക ആഘോഷിക്കേണ്ടത് സ്വന്തം വീട്ടിലാണ്. പക്ഷേ ഈശോയും ശിഷ്യന്മാരും ജെറുസലേമിലാണ്, അവർക്കവിടെ സ്വന്തം വീടില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നത്, നമുക്ക് എവിടെയാണ് ഇത് ഒരുക്കേണ്ടത്? അപ്പോൾ ഈശോ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു അഡ്രസ്സ് കൊടുക്കുന്നില്ല. ഇന്ന സ്ട്രീറ്റിൽ ഇത്ര നമ്പർ വീടാണ്, ഇതാണ് ഉടമസ്ഥൻ്റെ പേര്, ഇതൊന്നും പറയുന്നില്ല. ഈശോ ഒരു സീക്രട്ട് കോഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സിറ്റിയിലേക്ക് ചെല്ലുക, അപ്പോൾ ഒരാളൊരു കുടവും കൊണ്ട് വരുന്ന കാണാം, അയാളുടെ പിറകെ പോയാൽ മതി, അയാൾ കാണിച്ചു തരും. ഈശോ എന്തുകൊണ്ടാണ് എക്സാക്റ്റ് ലൊക്കേഷൻ, എക്സാക്റ്റ് അഡ്രസ്സ് ശിഷ്യന്മാർക്ക് കൊടുക്കാഞ്ഞത്? കാരണം യൂദാസ് കൂടെയുണ്ട്. യൂദാസ് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക, ലൊക്കേഷൻ കിട്ടിയ ഉടനെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. അത് ഈശോയ്ക്കറിയാം. അപ്പോൾ ഈശോയുടെ പ്ലാൻ കൊളാക്കും. ഈശോയ്ക്കാണെങ്കിൽ ഇനി 3-4 മണിക്കൂറും കൂടി വേണം. എന്തിനാ? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. പൗരോഹിത്യ സ്ഥാപനം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, സ്നേഹത്തെക്കുറിച്ചുള്ള പാഠം, ഇതൊക്കെ പഠിപ്പിക്കാനുണ്ട് ശിഷ്യന്മാർ. അതിന് സമയം വേണം. അതുകൊണ്ടാണ് ഈശോ സീക്രട്ട് കോഡ് ഉപയോഗിച്ചത്, കൃത്യമായ ലൊക്കേഷനും അഡ്രസ്സും കൊടുക്കാത്തത്. നമ്മളെപ്പോഴും ചിന്തിക്കും, ദൈവത്തിന് നമ്മളെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ, ഫ്യൂച്ചർ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ആ പ്ലാൻ തരാത്തത്? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യാമല്ലോ നമ്മൾ കരുതും. ഇല്ല, ദൈവത്തിൻ്റെ പ്ലാൻ നമ്മൾ നേരത്തെ അറിഞ്ഞാൽ നമ്മളത് കൊളമാക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറയാത്തത്. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ദൈവം അപ്സ്റ്റേഴ്സിൽ വലിയൊരു റൂം നമുക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫേർണിഷ്ഡ് ആൻഡ് റെഡി. ഫേർണിഷ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ ഫ്യൂച്ചർ സ്പേസ്, ഇതെല്ലാം ദൈവം ഫേർണിഷ് ചെയ്ത് റെഡിയാക്കിയിട്ടിരിക്കുക. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മേക്ക് പ്രിപ്പറേഷൻസ്, ഒരുക്കങ്ങൾ മാത്രം നടത്തിയാൽ മതി.